ഗുഡ് ഈവനിങ് എവരിവൺ. PCB ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആയ ഓൾട്ടിയത്തെ പറ്റിയാണ് നമ്മൾ ഇന്നു മുതൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് PCB ഡിസൈനിങ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു മേഖലയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് PCB അതെങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്, അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നിന്ന് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇനി അഥവാ അത് കണ്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടിട്ട് വരിക. എങ്കിൽ മാത്രമേ ഇനി മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ, അതായത് ആസ് ആൻ എഞ്ചിനീയർ അല്ലെന്നുണ്ടെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു വീഡിയോയുടെ പ്രയോജനം ലഭിക്കുകയുള്ളൂ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു PCB ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ PCB മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് എന്നുള്ളതാണ്. സോ അങ്ങനെയുള്ള ഫണ്ടമെൻ്റൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ നമ്മൾ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മളൊരു PCB ഡിസൈനിങ് എഞ്ചിനീയറിംഗ് എന്ന മേഖലയിൽ നല്ല രീതിയിൽ ഷൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഫണ്ടമെൻ്റൽസ് യു മസ്റ്റ് നോ ബിഫോർ പ്രൊസീഡിങ് ടു PCB ഡിസൈനിങ് എന്നുള്ള ആ ഒരു കാര്യത്തിൻ്റെ കീഴിൽ വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് PCB മാനുഫാക്ചറിങ് പ്രോസസ്സിനെ പറ്റി മനസ്സിലാക്കണം. അതായത് PCB മാനുഫാക്ചറിൻ്റെ ആദ്യത്തെ പ്രോസസ്സ് എന്താണ്, അതിൻ്റെ ഫൈനൽ പ്രോസസ്സ് എന്താണ്. അപ്പം ഇന്ന് നമ്മൾ ആദ്യത്തെ ആ ഒരു പ്രോസസ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓവറോൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ PCB മാനുഫാക്ചറിങ്ങിൻ്റെ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് കോപ്പർ ക്ലാഡ് ബോർഡ് ഉണ്ടാക്കുക അല്ലെങ്കിൽ നിർമ്മിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കോപ്പർ ക്ലാഡ് ബോർഡ് എന്ന് പറയുമ്പോഴത്തേക്കും അത് സ്വാഭാവികമായിട്ടും പല ലെയേഴ്സ് അല്ലെങ്കിൽ പല ക്ലാസിഫിക്കേഷൻസിൽ ഉണ്ട്. അത് ഡിപ്പെൻഡ് അപ്പോൺ ദ ലെയേഴ്സ് ആണ് അത് കോപ്പർ ക്ലാഡ് ബോർഡ് ഉള്ളത്. അതായത് സിംഗിൾ ലെയർ കോപ്പർ ക്ലാഡ് ബോർഡ് ഉണ്ട്, അതുപോലെ തന്നെ ഡബിൾ ലെയർ കോപ്പർ ക്ലാഡ് ബോർഡ് ഉണ്ട്, അതുപോലെ തന്നെ 4 ലെയർ ഉണ്ട്, 8 ലെയർ ഉണ്ട്. അങ്ങനെ പല ലെയറുകൾ കോപ്പർ ക്ലാഡ് ബോർഡുകൾ നമുക്ക് ലഭിക്കും. പക്ഷെ നമ്മുടെ നോർമലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കോപ്പർ ക്ലാഡ് ബോർഡ് എന്ന് പറയുന്നത് സിംഗിൾ ലെയറും ഡബിൾ ലെയറുമാണ്. അപ്പോൾ ഈ സിംഗിൾ ലെയർ കോപ്പർ ക്ലാഡ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ കാണാവുന്നത് പോലെ തന്നെ ഒരു FR4 സബ്സ്റ്റൻസ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു നോർമലായിട്ടുള്ള ഒരു ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഷീറ്റിൻ്റെ പുറത്തേക്ക് ഒരു കോപ്പറിൻ്റെ ഷീറ്റ് കൊണ്ടുവന്ന് ഒട്ടിച്ചു വെക്കുന്നതിനെയാണ് സിംഗിൾ ലെയർ കോപ്പർ ക്ലാഡ് ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ ഡബിൾ ലെയർ PCB അല്ലെങ്കിൽ ഡബിൾ ലെയർ ക്ലാഡ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു FR4ൻ്റെ 2 സൈഡിലായിട്ട്, അതായത് മുകളിലും താഴെയുമായിട്ട് കോപ്പറിൻ്റെ ഒരു 2 ഷീറ്റുകളെ ഒട്ടിച്ച് ചേർത്ത് വെച്ചിട്ടുള്ള ആ ഒരു ബോർഡിനെയാണ് നമ്മൾ ഡബിൾ ലെയർ കോപ്പർ ക്ലാഡ് ബോർഡ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മൾട്ടിപ്പിൾ ലെയേഴ്സ് ഒന്നിച്ച് കമ്പൈൻഡ് ആക്കിയിട്ടാണ് നമ്മൾ കൂടുതൽ ലെയറുകളുള്ള PCBകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോപ്പർ ക്ലാഡ് ബോർഡുകൾ മേക്ക് ചെയ്യുന്നത്. സോ അതിനെപ്പറ്റിയൊന്നും നമുക്ക് കൂടുതലായിട്ട് പോകണ്ട. അത് വ്യത്യസ്തങ്ങളായിട്ടുള്ള കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സുകളാണ്. നമുക്കിവിടെ ജസ്റ്റ് മനസ്സിലാക്കേണ്ടത്, ബേസിക്കായിട്ടും ഫണ്ടമെൻ്റലായിട്ടും മനസ്സിലാക്കേണ്ടത് സിംഗിൾ ലെയറും ഡബിൾ ലെയറിൻ്റെയും കാര്യമാണ്. ഇത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നല്ലൊരു ഐഡിയ ലഭിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയോടുകൂടി നിങ്ങൾക്ക് സിംഗിൾ ലെയർ എന്താണ്, ഡബിൾ ലെയർ എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിംഗിൾ ലെയർ കോപ്പർ ക്ലാഡ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു FR4 അല്ലെന്നുണ്ടെങ്കിൽ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിൽ, ഫയർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെറ്റീരിയലിൽ ഒരു കോപ്പർ ഷീറ്റ് ഒട്ടിച്ചെടുക്കുന്നതിനെയാണ് സിംഗിൾ ലെയർ കോപ്പർ ക്ലാഡ് ബോർഡ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ ചിത്രത്തിൽ കാണാവുന്നതാണ്. ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്ന കോപ്പർ ക്ലാഡിൻ്റെ അല്ലെങ്കിൽ ആ കോപ്പറിൻ്റെ തിക്നെസ്സിനെ നമ്മൾ ഔൺസ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഔൺസിലാണ് ആ കോപ്പറിൻ്റെ തിക്നെസ്സിനെ നമ്മൾ മെഷർ ചെയ്യുന്നത്. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. കാരണം കോപ്പറിൻ്റെ നമ്മൾ PCB മാനുഫാക്ചർ ചെയ്യാൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോസസ്സുകളിലേക്കൊക്കെ കിടക്കുമ്പോൾ നമ്മളുടെ കോപ്പറിൻ്റെ തിക്നെസ്, അതായത് നമ്മളുടെ PCBയുടെ കോപ്പറിൻ്റെ തിക്നെസ് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് ഔൺസിലാണ്. അതുപോലെ തന്നെ 2 കോപ്പർ പ്ലേറ്റുകളുടെ ഇടയിൽ വരുന്ന ഇതിനെയാണ് പ്രീപഗ് അല്ലെങ്കിൽ കോർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇന്ന് ഇത്രയുമാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്.
വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ്സുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.